ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ ദിവസമായി വിചാരിക്കുന്നു യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഒരു മോർണിംഗ് വ്ളോഗാണ്. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ കിച്ചണിലേക്ക് ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴാട്ടോ വരുന്നത്. 6:30 ആകുമ്പോൾ എന്താണെങ്കിലും കിച്ചണിൽ വന്നിട്ടുണ്ടാവും. പിന്നെ ചായയൊക്കെ കുടിച്ച് പയ്യെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇരുന്നിട്ടാട്ടോ പണികളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഇടിയപ്പവും പിന്നെ നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഗ്രീൻ പീസ് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും പിന്നെ ഒരു പകുതി സവാളയും 2 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും പെരുംജീരകവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് വേവാനായിട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇടിയപ്പത്തിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കിച്ചണിൽ വന്നതേ മാവ് അങ്ങനെ വാട്ടി വെച്ചു. അപ്പോൾ ചൂടാറിയ ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഞാനിങ്ങനെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചാട്ടോ ഇടിയപ്പം വീശിയെടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും. എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര മടിയാട്ടോ. ഇപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. കാരണം ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറേ പാത്രമൊക്കെ കഴുകാൻ കാണും. പിന്നെ അടുക്കളയൊക്കെ വല്ലാതെ അങ്ങനെ പരന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ കുറേ നാൾ കൂടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ആദ്യം തേങ്ങ ഒക്കെ വെച്ച് കൊടുത്തു. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇടിയപ്പം പീച്ചെടുക്കാൻ നല്ല എളുപ്പമാട്ടോ. അതായത് നമ്മൾ അരിപ്പൊടിയിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴയ്ക്കാൻ പരുവത്തിന് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീശിയെടുക്കാൻ പറ്റും. എല്ലാവരും തന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. പിന്നെ ചിലരിങ്ങനെ പൊടി വാട്ടിയിട്ടും ഉണ്ടാക്കാറുണ്ട്. അത് കുറച്ചും കൂടി വീശാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഇടിയപ്പം തന്നെയാട്ടോ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ ലഞ്ച് ബോക്സ് റെസിപ്പീസൊക്കെ ഇടുന്നുണ്ട്. എല്ലാവരും കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ കുറേ നാൾ കൂടിയിട്ട് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നോട്ടിഫിക്കേഷൻ പോകുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ കാണുന്നവരെന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചിലപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും എഡിറ്റിങ്ങിലും ഡബ്ബിങ്ങിലൊക്കെ. പിന്നെ കുറേ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് കുറേ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതിന് എനിക്ക് താല്പര്യമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മെൻ്റൽ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനൊന്നും ആയിട്ട് എനിക്ക് അങ്ങനെ വീഡിയോസൊന്നും ഇടാൻ താല്പര്യമില്ല കേട്ടോ. ഭയങ്കര ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതും നമുക്കൊരു മൂഡ് വരുമല്ലോ. അങ്ങനെ നമ്മുടെ ഇടിയപ്പമൊക്കെ വീശി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ട്രിപ്പ് ഇടിയപ്പം വീശുമ്പോൾ ഈ മാവൊക്കെ തീരും. ഞാൻ 2 ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചൊഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇടിയപ്പമൊക്കെ ഒന്ന് വെന്ത് വന്ന് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവിയേറ്റിയെടുത്താൽ മതി. അങ്ങനെ നല്ല ചൂട് ഇടിയപ്പം റെഡി ആയിട്ടെ. നല്ല കുഞ്ഞു നൂലുള്ള ഇടിയപ്പമാണ്. സാധാരണ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് ചോറും കറിയൊക്കെ ആയിട്ട് കൊടുത്തു വിടുന്നത്. അവർക്കതാണ് കൂടുതൽ ഇഷ്ടവും. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു കുഞ്ഞു മടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടിയപ്പമാണെങ്കിൽ രാവിലെ അവർക്ക് കഴിക്കാനും കൊടുക്കാം, പിന്നെ സ്കൂളിലേക്കും അത് തന്നെ കൊടുത്തു വിടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. പിന്നെ ലാസ്റ്റ് കറി ഒന്ന് താളിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർക്ക് ലഞ്ച് ബോക്സ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ട വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ. അങ്ങനെ 2 പേർക്കും ഇടിയപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം മതി എന്നാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഒരെണ്ണം കൂടി അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് എല്ലാ ദിവസവും സ്കൂളിൽ സാധാ ചോറ് കൊണ്ടുപോകുന്നതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇന്ന് ചെറിയൊരു വയ്യായിക ആയതുകൊണ്ട് ഞാൻ ഇതാക്കിയതാട്ടോ. അങ്ങനെ ചെറിയ പാത്രത്തിൽ കറിയും എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് കുറച്ച് വേവ് കുറഞ്ഞു പോയി. കുറച്ചും കൂടി വെന്തിരുന്നെങ്കിൽ നല്ല കുറുകിയിരുന്നേനെ കേട്ടോ. എന്താണെന്നറിയില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നല്ല മഴയാട്ടോ. രാത്രിയിലും രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെയാണ് കൂടുതൽ മഴ ഉണ്ടാവാറ്. പിന്നെ അത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് തോരാറുണ്ട്. പിന്നെ ഉച്ച കഴിഞ്ഞ് വീണ്ടും അങ്ങനെ മഴയാണ്. നിങ്ങളുടെ അവിടങ്ങളിലൊക്കെ അങ്ങനെയാണോ? അങ്ങനെ 2 പേരും സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോൾ വീണ്ടും നല്ല മഴ പെയ്തേ. പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണാണല്ലോ. അതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും എല്ലായിടത്തും നിറയെ റംബൂട്ടാനാണ്. അങ്ങനെ ബസ് വരാറായപ്പം അവർ റോഡിൽ പോയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്.
അവർ പോകുന്നത് നോക്കി ഞാനും അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് റിലാക്സ് ആയിട്ടാണ് ബാക്കി പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയത്. കാരണം നമ്മളിന്ന് ചോറും കറിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ അവരുടെ ബസ് വന്നപ്പോൾ അവരങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വളരെ ചെറിയ വീഡിയോ ആണ്, കുറേ നാളുകൾക്ക് ശേഷമാണ് ഇടുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാവേ.